ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് നടത്താനുള്ളൊരു സമ്മതം കിട്ടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ സമ്മതം വാങ്ങി വാ. അവര് സമ്മതിച്ച ഫണ്ട് തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ അതിപ്പോ നടത്തുന്നത് ആരാ? കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ഒരു ശാരദ. ഈ ഞാൻ എവിടെയെങ്കിലും വന്ന് കുറ്റിയടിക്കണമെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചിട്ടും ആ സ്ഥലത്ത് ഞാൻ നേരത്തെ വന്ന് അടി വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അത് ഈ റെസ്റ്റ് ഇല്ലാതെ അടി ഉണ്ടാക്കി നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നേ. ഇപ്പൊ പിന്നെ എല്ലാം നിർത്തി രാമനാമം ജപിച്ചടക്കുന്ന സമയമാണേ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ തിരക്കാറുമില്ല. സ്ഥലത്തെ പ്രധാന സാറുമാരെ കുറിച്ച് അങ്ങനെ തിരക്കാറുമില്ല. അല്ല ഇപ്പൊ എന്താ സാറുമാരെ പ്രശ്നം അത് പറ. നീ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ നിന്റെ അധീനതയിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി ഞങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ട്. തൽക്കാലം എനിക്ക് തോന്നിയിട്ടില്ല, തോന്നുകയേ ഇല്ല. കാരണം നീ എത്രയൊക്കെ വളർന്നാലും ഇത്രയൊക്കെ ആവുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക ബോധം എനിക്കുണ്ട്. സമ്മതിക്കില്ല അല്ലേ? ഐശ്വര്യമായിട്ട് ഒരു പണി തുടങ്ങാൻ സമ്മതിക്കില്ല. എന്താ ചെയ്യാ? അതെ തങ്കച്ച, ഞാൻ വന്നിരിക്കുന്ന ജോലി ചെയ്യാനാ. അത് ഞാൻ ചെയ്യും. അതിപ്പോ സുബേർക്ക് അല്ലാതെ മറ്റാര് തടഞ്ഞാലും ഞാൻ ചെയ്യും. അതെന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടൊരു ശീലമുണ്ട്. അത് എടുക്കരുതെന്ന് ആരെങ്കിലും കർശനമായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കും. അതിപ്പോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടിൽ വന്ന് പറഞ്ഞാലും ഞാൻ എടുക്കും. എന്താ ചെയ്യാ, അതിപ്പോ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാ. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്ത ഗുണമെന്ന് പറയും. അതെനിക്ക് വേണ്ടുവോളുള്ളതുകൊണ്ട് പറയാ. ഉപദ്രവിക്കരുത്, ജീവിച്ചു പൊക്കോട്ടെ. ഒരുപാട് കുഞ്ഞുകുട്ടി പരാധീനകൾ ഉള്ളതാ. അച്ഛനും അമ്മേനും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാ. അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്റെ തങ്കച്ചേട്ടൻ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാം. ഈ ജോലി എടുക്കാൻ പോകുമ്പോഴെങ്കിലേ ദേ ഇങ്ങനെ വഴി മുടക്കി നിക്കല്ലേ, വർക്കത്ത് കേടാന്നേ. അതുകൊണ്ടാ. നീ ഇപ്പൊ പണിയെടുത്തോ? പക്ഷേ ആ പിടിക്കുന്ന വളയം ഇതിനു മുമ്പ് പിടിച്ചിരുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനവന്റെ കൊച്ചന്റെ ആവശ്യത്തിന് ബാംഗ്ലൂർക്ക് പോയ ഒഴിവില നീ ഇവിടെ കിടന്ന് നെകളിക്കുന്നത്. അവൻ ഏത് നിമിഷവും വരും. വന്നാൽ ഈ സ്ഥാനം അവനായിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വരും. എന്റെ പൊന്ന് തങ്കൻ ചേട്ടാ, അവൻ വരുമ്പോഴല്ലേ, അവൻ വരട്ടെ. ഈ മഞ്ഞുമഴ പെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കേണ്ട കാര്യമുണ്ടോ? പെയ്യട്ടെ, പെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് അവൻ ഇതുപോലുള്ള പ്രതിരോധം. അപ്പൊ നീ ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു നടക്കല്ല, ഇതുപോലെ 10 നട വന്നാലും ഒത്ത നടിക്കൽ നിൽക്കും കേട്ടാ. എവനോടൊന്നും വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമില്ല, മൂക്കിടിച്ച് പരത്തണം. എവിടേക്കാ? അവിടെ നിക്ക്. മൊയൽ കുട്ടിക്കുള്ള തീറ്റുമായിട്ട് പുലിക്കുട്ടിയുടെ അടുത്തേക്ക് വരല്ലേ. വന്ന പുലിക്കുട്ടി പുലിക്കുട്ടിയുടെ കുണം കാണിക്കും. തങ്കച്ച, ഞാൻ പറഞ്ഞു നീ എന്റെ തണ്ടിയല്ല. നിന്റെ ഈ തന്റെയുടെ എന്റെ അടുത്ത് ചെലവാകൂല കേട്ടാ. ഈ അടവും തടവും ഞാൻ പഠിച്ചിറങ്ങിയതേ സ്കൂള് കാലഘട്ടത്തിൽ നിന്നല്ല, കുരുത്തോല പള്ളിക്കൂടത്തിൽ നിന്നാ കേട്ടാ. ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കുന്ന എഴുത്തോല പള്ളിക്കൂടത്തിൽ നിന്ന്. എങ്ങനെ നോക്കിയാലും അടിതടവിന്റെ കാര്യത്തിൽ സീനിയർ ഞാൻ തന്നെയാടാ തങ്കൻ ചേട്ടാ. അത് ഈ കൂടെ നടക്കുന്നവന്മാരോട് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ലേ, ക്ഷമിച്ചുകളാ. അച്ഛനെ വന്ന് വണ്ടി കയറി, നമുക്ക് ഓട്ടം പോവുള്ളതാ. ഇനി നീ എന്റെ വഴിക്ക് വന്ന തങ്ക, നീ അറിയും ഞാൻ ആരാന്ന്. കമല വാടാ. ഇത് ആശന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടോ. പുകച്ചില് മാറാൻ കുറച്ച് സമയം എടുക്കും. ആശാനെ കുറിച്ച് അറിയാനിട്ടാ. ആശാൻ ശരിക്കും ആരാണെന്നറിയോ? ആരായാലും എനിക്കെന്താടാ, മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ.
ആണോടാ? ഡേയ്, അതുക്കും മേലെയാന്ന് വിചാരിച്ചോ? മജിസ്ട്രേറ്റിനെ ശിക്ഷ വിധിക്കാനേ കഴിയൂ. ഈ വിഷ്ണുവിനത് നടപ്പിലാക്കാനും കഴിയും. അതുകൊണ്ടേ തങ്കഞ്ചേട്ട ഊതല്ലേ കേട്ടാ. കമല വന്ന് കയറടാ. വരട്ടെ. ആ, എടാ ചാവാതെ മാറി പോടാ. ഒരുവൻ മുതലാളി, കൂടെയുള്ളവൻ തൊഴിലാളി. ആശാനെ, ഇവന്മാര് മാറുന്നില്ലല്ലോ. കയറ്റി കൊല്ലണ്ടേ വരുമോ? നോക്കാടാ. മാറാ. നമസ്കാരം സാർ. വിവോ രഘുനന്ദൻ സാറാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇത് സത്യാമ്മ. നമസ്കാരം. സത്യാമ്മയ്ക്ക് കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്താൻ വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങാൻ ധനസഹായം വല്ലതും കിട്ടുമെന്ന് അറിയാനാ ഞങ്ങൾ രഘുനന്ദൻ സാറിനെ കണ്ടത്. അപ്പൊ സാറാ പറഞ്ഞത് സാറിനെ ഒന്ന് കണ്ടാ മതിയെന്ന്. എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? എന്തൊക്കെയാ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, പെട്ടെന്ന് കേടുവരാതിരിക്കുന്ന ശുദ്ധമായ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ. അതിപ്പോ അരിയുണ്ട മുതൽ മുറുക്ക് വരെ ഉണ്ടാവും. അവലോസ് പൊടി, അവലോസ് ഉണ്ട, അങ്ങനെയുള്ളതൊക്കെ ആ വകപ്പെടുത്താം. ഇപ്പറഞ്ഞതെല്ലാം നിലവിൽ ഈ ബ്ലോക്കിന്റെ കീഴിൽ ബ്ലോക്കിന്റെ തന്നെ ഫണ്ടിൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് നിലവിലുണ്ട്. അതവര് ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. പുതിയ ആപ്ലിക്കേഷനൊന്നും ഇവിടെ ഇപ്പൊ സ്വീകരിക്കുന്നില്ല. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു പുതിയ ആളിനെ നടത്താനുള്ള അവസരം നൽകിക്കൂടെ സാറേ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ നടത്തി വരുന്നവരിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ ഒരു പരാതി വരണം. ഇതിപ്പോ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളായി വളരെ സൗഹാർദ്ദപരമായി നടത്തുന്ന ഒരു യൂണിറ്റാണ് അവരുടേത്. പിന്നെ ചെയ്യാവുന്നത് അവരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് നടത്താൻ പറ്റുക എന്നതാണ്. എന്നാ പിന്നെ ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ സാറേ? അവരുമായിട്ടൊന്ന് സംസാരിച്ച് കുറച്ച് നാളത്തേക്കെങ്കിലും അത് നടത്താനുള്ളൊരു സമ്മതം കിട്ടിയാൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ സമ്മതം വാങ്ങി വാ. അവർ സമ്മതിച്ച ഫണ്ട് തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.